ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കെതിരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിഷേധം എന്നും കടുപ്പിക്കാൻ പ്രതിപക്ഷം. ആവശ്യമുന്നയിച്ച് ഇരുസഭകളും എന്നും പ്രതിപക്ഷം സ്തംഭിപ്പിച്ചേക്കും. പ്രതിപക്ഷ ആവശ്യം അമിത്ഷായെ അറിയിക്കാൻ രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന് നിർദ്ദേശവും നൽകിയിരുന്നു. ആന്റണി ജിസ്റ്റോർ ചേരുന്നു വിവരങ്ങളുമായി. ആന്റണി, ഈ തുടർച്ചയായ ദിവസങ്ങളിലും ഈ സഭ പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. ആഭ്യന്തരമന്ത്രിയുടെ മൗനമാണ് പ്രധാനമായും പ്രതിപക്ഷത്തെ ചൊടിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ എത്തണം, പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. അത് നടക്കുമോ എന്നുള്ളതിലാണ് ഇപ്പോഴും ആകാംക്ഷ തുടരുന്നത്. ഏതായാലും ഇന്നലെ രാജ്യസഭാ അധ്യക്ഷനും ഉപരാഷ്ട്രപതിയുമായ CP രാധാകൃഷ്ണൻ ഒരു നിർണായക ഇടപെടൽ വിഷയത്തിൽ നടത്തിയിരുന്നു. അദ്ദേഹം ഇന്നലെ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന് പ്രതിപക്ഷത്തിന്റെ ആവശ്യം അമിത്ഷായെ അറിയിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അത് കേന്ദ്ര സർക്കാർ അമിത്ഷായെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഏതായാലും അമിത്ഷാ അതനുസരിച്ച് പാർലമെന്റിലേക്ക് വരുമോ, പാർലമെന്റിൽ വന്ന് ഈ ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസിന്റെ അതിക്രമത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പോലെ പ്രസ്താവന നടത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും നേരത്തെ ഭരണപക്ഷം അല്ലെങ്കിൽ BJP കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നത് അമിത്ഷാ അങ്ങനെ പ്രസ്താവന നടത്തേണ്ടതില്ല എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷേ നിലവിൽ പ്രതിപക്ഷം അതിൻ്റെ പ്രതിഷേധം അതിശക്തമായി തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം ഇന്നലെയൊക്കെ ശക്തമായ പ്രതിഷേധത്തിനാണ് ഇരുസഭകളും സാക്ഷ്യം വഹിച്ചത്. നടപടികളൊന്നും തന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ സഭയിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസം കിരൺ റിജിജു അടക്കം രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അമിത്ഷായുടെ മറുപടി അല്ലാതെ ഒന്നിലും ഒരു കോംപ്രമൈസും ഇല്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷം ഉള്ളത്. അത് ഇന്നും തന്നെ തുടരുകയും ചെയ്യും. ഏതായാലും അമിത്ഷാ പാർലമെന്റിലേക്ക് എത്തിയാൽ മാത്രമേ ആ പ്രശ്നം അവസാനിക്കുകയുള്ളൂ. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് വർഷകാല സമ്മേളനം ബാക്കി ഉള്ളത്. അതിനു മുമ്പ് നിർണായകമായ ഈ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ല് FCRA ബില്ല് പാസ്സാക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. ആ ബില്ലിൽ വരുന്ന 12-ാം തീയതി ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് തുടക്കമിടുക കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ആ ചർച്ചയിൽ പ്രതിപക്ഷം സഹകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം കിരൺ റിജിജു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കണ്ട് സഹകരണം അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ FCR ബില്ലിനെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. അങ്ങനെയെങ്കിൽ ആ ചർച്ചയോടും പ്രതിപക്ഷം സഹകരിക്കില്ല. നിലവിൽ പ്രതിപക്ഷത്തിൻ്റെ ആ നിലപാട് അവർ ഒരു തരത്തിലും പിന്നോട്ട് പോകാനും തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും അമിത്ഷാ എവിടെയെന്ന ചോദ്യം ഉയർത്തിയുള്ള പ്രതിഷേധമുണ്ടാകും. ഇന്നലെ ലോക്സഭയിലടക്കം ഉയർന്നു കേട്ട മുദ്രാവാക്യം അതാണ്, എവിടെ അമിത്ഷാ എന്നുള്ളതാണ്. അമിത്ഷാ എവിടെ പോയി, എവിടെ ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ആരോപിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. പാർലമെന്റിൽ അമിത്ഷാ വരുന്നുണ്ട്, പക്ഷേ പാർലമെന്റിനകത്തേക്ക് അമിത്ഷാ കയറുന്നില്ല. പാർലമെന്റിന്റെ ഏതോ ഒരു മൂലയിൽ അമിത്ഷാ ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ KC വേണുഗോപാൽ അടക്കം ആരോപിച്ച കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഈ വെല്ലുവിളി ഏറ്റുകൊണ്ട് അമിത്ഷാ പാർലമെന്റിലേക്ക് വരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും അമിത്ഷാ വന്നില്ലെങ്കിൽ സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ രാജ്യസഭയിലും ലോക്സഭയിലും വലിയ പ്രതിപക്ഷ പ്രതിഷേധം അരങ്ങേറും. സ്വാഭാവികമായും സഭാ നടപടികൾ തടസ്സപ്പെടുന്ന സാഹചര്യം തന്നെ ഉണ്ടാകും. അതേസമയം ബില്ലുകളൊക്കെ ഈ സൈഡിലൂടെ, അതായത് പ്രതിപക്ഷം പ്രതിഷേധിക്കുമ്പോഴും ചർച്ചയില്ലാതെ പല ബില്ലുകളും ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കുന്നുണ്ട് എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഈ വന്ദേമാതരത്തെ അനാദരിക്കുന്നവർക്കെതിരെ ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ല്, അതുപോലെ തന്നെ ജനന മരണ രജിസ്ട്രേഷൻ ബില്ല്, അതുപോലെ തന്നെ ധനവിനിയോഗ ബില്ലടക്കം 5ഓളം ബില്ലുകൾ ഇതിനോടകം തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. ഇനി FCRA ബില്ല് മാത്രമാണ് ബാക്കിയുള്ളത്. അത് ചർച്ചയില്ലാതെ പാസ്സാക്കാൻ പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും പ്രതിപക്ഷം തുടരും. അമിത്ഷാ വരുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ശരി, എന്തായാലും ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കെതിരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി ആവശ്യപ്പെട്ട പാർലമെന്റിൽ പ്രതിഷേധം ഇന്നും കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ആവശ്യമുന്നയിച്ച് ഇരുസഭകളും ഇന്നും പ്രതിപക്ഷം സ്തംഭിപ്പിക്കാനുള്ള സാഹചര്യവുമുണ്ട്. പ്രതിപക്ഷ ആവശ്യം അമിത്ഷായെ അറിയിക്കാൻ CP രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പാർലമെന്ററി കാര്യമന്ത്രിയായ കിരൺ റിജിജുവിനോട് നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.